കേരളത്തിലെ വിനോദ ലോകത്തെ നടുക്കി മാറ്റിയ ഒരു വാർത്തയാണ് കൊച്ചിയിലെ ബാനർജി റോഡിൽ നടന്ന ബാർ തർക്കവും തുടർന്ന് നടന്ന തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവവും. സാധാരണയായി സിനിമാ നടിമാരുടെ പേരുകൾ ഇത്തരം കേസുകളിൽ കേൾക്കാറില്ല. എന്നാൽ ഈ സംഭവത്തിൽ തമിഴ്നാടിന്റെ പ്രശസ്ത നടി ലക്ഷ്മി മേനോൻ ഉൾപ്പെട്ടുവെന്ന ആരോപണമാണ് കേസ് ദേശീയ തലത്തിലും വാർത്തയാക്കി മാറ്റാൻ കാരണമായത്. പോലീസ് എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് നടിയോടൊപ്പം മിഥുൻ, അനീഷ്, മറ്റൊരു പെൺസുഹൃത്ത് എന്നിവരും കാറിലുണ്ടായിരുന്നു. ഇതിനകം മിഥുനും അനീഷും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. എന്നാൽ ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒളിവിലാണെന്ന സൂചനയാണ് പോലീസിനുള്ളത്. സംഭവം ഞായറാഴ്ച രാത്രി 11:30 ആരംഭിച്ചത്. കൊച്ചിയിലെ പ്രശസ്തമായ ബാനർജി റോഡിലുള്ള ഒരു ബാറിൽ നിന്നാണ് തർക്കം പൊട്ടിപ്പുറപ്പെട്ടത്. പരാതിക്കാരനായ ആലുവ സ്വദേശി അലിയാർ ഷാ സലീം സുഹൃത്തുക്കൾക്കൊപ്പം ബാറിൽ എത്തിയതായിരുന്നു. ഒരുപക്ഷെ മദ്യത്തിന്റെ സ്വാധീനവും മുൻ പരിചയത്തിലെ ചില പ്രശ്നങ്ങളും ചേർന്ന് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ഗ്രൂപ്പും തമ്മിൽ സലീമിന്റെ സുഹൃത്തുക്കളുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. തർക്കം വേഗത്തിൽ കയ്യാങ്കളിയിലേക്കും ബാർ ജീവനക്കാർ ഇടപെട്ട് പ്രശ്നം നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും രണ്ട് ഗ്രൂപ്പുകളും സമാധാനിക്കാതെ തർക്കം പുറത്തേക്ക് നീങ്ങി. ബാറിന് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ പ്രശ്നം തീർന്നതായി തോന്നിച്ചിരുന്നെങ്കിലും പിന്നീടാണ് യഥാർത്ഥ ഡ്രാമ അരങ്ങേറിയത്. പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്നും മടങ്ങുമ്പോൾ ലക്ഷ്മി മേനോനെയും സംഘത്തിന്റെയും കാർ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. രാത്രി 11:45 നോർത്ത് റെയിൽവേ പാലത്തിന് മുകളിൽ പ്രതികൾ പരാതിക്കാരന്റെ കാറിനെ പിന്തുടർന്ന് തടഞ്ഞു. പരാതിയിൽ പറയുന്നതനുസരിച്ച് എന്നെ കാറിൽ നിന്നും വലിച്ചിറക്കി മറ്റൊരു കാറിലേക്ക് കയറ്റി. തുടർന്ന് മുഖത്തും ശരീരത്തും ക്രൂരമായി അടിച്ചു, കൊലവിളികൾ മുഴക്കി, ഭീഷണിപ്പെടുത്തി എന്നാണ് സലീം നൽകിയ മൊഴി. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിന് ശേഷം പ്രതികൾ അദ്ദേഹത്തെ ആലുവ പറവൂർ കവലയ്ക്ക് സമീപം ഇറക്കി വിട്ടു. അതിനുശേഷമാണ് സലീം തിങ്കളാഴ്ച എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കേസിനോടനുബന്ധിച്ച് പോലീസ് വേഗത്തിൽ അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കാറിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. തുടർന്നാണ് മിഥുനും അനീഷും അറസ്റ്റിലായത്. പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ലക്ഷ്മി മേനോന്റെ കൂടെ മറ്റൊരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ ഒളിവിലാണെന്നും ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നും വ്യക്തമാവുകയാണ്. ഈ സംഭവത്തിൽ ശ്രദ്ധേയമായത് ലക്ഷ്മി മേനോൻ പോലുള്ള ഒരു നടി നേരിട്ട് ആരോപണത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് എന്നതാണ്. 2011 വിനയൻ സംവിധാനം ചെയ്ത രഘുവിന്റെ സ്വന്തം റസിയയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ലക്ഷ്മി മേനോൻ കുംകി, വിക്രം പ്രഭു നായകനായ സുന്ദരപാണ്ഡ്യൻ, കുത്തുപാട്ട്, കൊമ്പൻ, വേതാളം തുടങ്ങി നിരവധി ഹിറ്റുകളിൽ അഭിനയിച്ച നടിയാണ്. അജിത്തിനൊപ്പം അഭിനയിച്ച വേതാളം, വിശാൽ നായകനായ സിനിമകൾ എന്നിവയാണ് അവരെ തമിഴ്നാട്ടിൽ പ്രശസ്തിയാക്കിയത്. സാധാരണയായി വിനോദ ലോകത്തിലെ വിവാദങ്ങളിൽ പെടാതെ നിന്ന താരമായതിനാൽ ഇപ്പോഴത്തെ കേസ് വലിയ അമ്പരപ്പാണ് ആരാധകർക്ക് നൽകിയിരിക്കുന്നത്. സംഭവത്തിന്റെ മറ്റൊരു വശം എന്നത് ലക്ഷ്മി മേനോൻ പോലുള്ള ഒരു നടി ഇത്തരം ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നോ എന്ന സംശയവും പോലീസ് കേസ് സീരിയസ് ആയി അന്വേഷിക്കുമോ എന്ന ആശങ്കയും ആളുകൾ പങ്കുവെക്കുകയാണ്. നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവിധ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് വെറും വ്യാജ ആരോപണം മാത്രമാണെന്നും നടിയെ കുരുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്നുമാണ് പറയുന്നത്. മറുവിഭാഗം പറയുന്നത് ഒരു നടിയാണെന്ന കാരണത്താൽ കേസ് ചെറുതാക്കരുത് എന്ന് തന്നെയാണ്. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. നിയമപരമായി കേസ് ഗുരുതരമാണ്. IPC 365 തട്ടിക്കൊണ്ടുപോകൽ, IPC 323 മർദ്ദനം, IPC 506 ഭീഷണി ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസുള്ളത്. നോർത്ത് പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാതെ അന്വേഷണം പൂർത്തിയാക്കാനാവില്ല. കേസിൽ നടിയുടെ പങ്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് കുറ്റകരമായ ബാധ്യതയുണ്ടാകും. ബാർ തർക്കം മാത്രമാകുന്നിടത്തു നിന്നും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന ആരോപണം വളരെ ഗുരുതരമാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകളിൽ നടക്കുന്ന സംഘർഷങ്ങളും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. മദ്യത്തിന്റെ സ്വാധീനത്തിൽ ചെറുതായ കാരണങ്ങൾ പോലും വലിയ കലഹങ്ങളിലേക്ക് വളരുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന ഇത്തരം കലഹങ്ങൾ നഗരത്തിന്റെ സുരക്ഷയില്ലായ്മയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ബാറുകളിലും പബ്ബുകളിലും ഇടയ്ക്കിടെ കലഹങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പ്രശസ്തരെ ഉൾപ്പെടുത്തിയ കേസുകളാണ് സാധാരണയായി വാർത്തയായി മാറുന്നത്. ലക്ഷ്മി മേനോനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അവരുടെ കരിയറിനും വ്യക്തി ജീവിതത്തിനും വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയിലാണ് ആരാധകരും സിനിമാ ലോകവും. തമിഴ്നാട്ടിൽ ശക്തമായ ആരാധക വൃത്തമുള്ള നടി പല സംവിധായകരുടെയും ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കേസിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഭാവി പദ്ധതികൾ ബാധ്യതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആരാധകർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ നിരപരാധിയാണെങ്കിൽ ഉടൻ തന്നെ സത്യം മറനീക്കി പുറത്തു വരികയും ചെയ്യും. ഈ കേസ് വിനോദ ലോകവും നിയമവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ചോദ്യത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്തർ ഉൾപ്പെട്ടപ്പോൾ അന്വേഷണങ്ങൾ എങ്ങനെ നടക്കുന്നു, നിയമം എല്ലാവർക്കും ഒരുപോലെ പ്രായോഗികപ്പെടുന്നുണ്ടോ, മാധ്യമ
മാധ്യമങ്ങൾ സെൻസേഷണലിസത്തിലേക്ക് പോകുന്നുണ്ടോ എല്ലാം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി വസ്തുതകൾ തെളിവുകളോടെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. അതുവരെ ലക്ഷ്മി മേനോന്റെ പേരിലുള്ള ഈ കേസ് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വേദിയിൽ തന്നെ ഒരു വലിയ ടോക്കിംഗ് പോയിന്റ് ആക്കി മാറ്റുകയും ചെയ്യും.